ആരെങ്കിലും റെസ്പോൺസ്? ഓക്കെ, മൈലിൻ ഷീറ്റ്. ഓക്കെ, നെക്സ്റ്റ് സിനാപ്സ്. അടുത്ത ഹെഡിങ്, സബ് ഹെഡിങ് കൊടുക്കുക, സിനാപ്സ്. എന്താ സിനാപ്സ് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, എ സൈറ്റ് where two neurons join and intercommunicate. അതായത് സിനാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണോ രണ്ട് ന്യൂറോൺസ് തമ്മിൽ ജോയിൻ ചെയ്യുകയും അതുപോലെ തന്നെ പരസ്പരം ആശയവിനിമയം കൈമാറുകയും ചെയ്യുന്ന ആ ഒരു ജോയിന്റിങ്ങിനെയാണ് സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ആ ഒരു സൈറ്റിനെയാണ് സിനാപ്സ് എന്ന് വിളിക്കുന്നത്. അതായത് രണ്ട് ന്യൂറോൺസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റ്, ആ ഒരു സൈറ്റിനെയാണ് സിനാപ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് രണ്ട് ന്യൂറോൺസ് തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തുന്നത്. എ സൈറ്റ് where two neurons join and intercommunicate. Then next point, the axon terminal contains synapses, specialized structures where neurotransmitter chemicals are released to communicate with the target neurons. അതായത് ആക്സോൺ ടെർമിനൽസിലാണ് ഈ സിനാപ്സ് അടങ്ങിയിരിക്കുന്നത്. മീൻസ് ആക്സോണിന്റെ അഗ്രഭാഗങ്ങളിൽ അല്ലെങ്കിൽ അറ്റങ്ങളിലാണ് ഈ സിനാപ്സ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയുള്ള സ്ട്രക്ചർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള കെമിക്കൽസ് റിലീസ് ആകുന്നത്. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള മീൻസ് ആവയവങ്ങളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള കെമിക്കൽസ് ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ടാർഗറ്റ് ആയിട്ടുള്ള ന്യൂറോൺസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ദ ആക്സോൺ ടെർമിനൽ കണ്ടെയ്ൻസ് സിനാപ്സസ്, സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് വെയർ ന്യൂറോ ട്രാൻസ്മിറ്റർ കെമിക്കൽസ് ആർ റിലീസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടാർഗറ്റ് ന്യൂറോൺസ്. അതായത് ആക്സോൺ ടെർമിനൽസിന്റെ അഗ്രഭാഗങ്ങളിലാണ് സിനാപ്സസ് അടങ്ങിയിരിക്കുന്നത്. ഇവിടെയാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള കെമിക്കൽസ് റിലീസ് ആകുന്നത്. ഓക്കെ, അങ്ങനെയാണ് ടാർഗറ്റ് ന്യൂറോൺസുമായിട്ട് ആശയവിനിമയങ്ങൾ നടത്തുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഒന്നുകൂടി പറയാം. സിനാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സൈറ്റ് വെയർ ടു ന്യൂറോൺസ് ജോയിൻ ആൻഡ് ഇന്റർ കമ്മ്യൂണിക്കേറ്റ്. അതായത് രണ്ട് ന്യൂറോൺസ് ജോയിൻ ചെയ്യുകയും ഇന്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മീൻസ് ആശയവിനിമയങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആ ഒരു സൈറ്റിനെ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഇത് ആക്സോൺ ടെർമിനൽ കണ്ടെയ്ൻ സിനാപ്സ്. ആക്സോണിന്റെ അഗ്രഭാഗങ്ങളിലാണ് ഈ സിനാപ്സസ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇവിടെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള കെമിക്കൽസ് മീൻസ് ആവേഗങ്ങളെ അല്ലെങ്കിൽ വിവരങ്ങളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള കെമിക്കൽസ് റിലീസ് ആകുന്നത്. അങ്ങനെയാണ് ടാർഗറ്റ് ന്യൂറോൺസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. മീൻസ് ന്യൂറോൺസുകൾ തമ്മിൽ പരസ്പരം അങ്ങനെയാണ് ആശയവിനിമയം നടക്കുന്നത്. ക്ലിയർ ആയോ? Please give response. Okay. Next, support cells. ഇതൊരു സബ് ഹെഡിങ് എടുക്കുക, സപ്പോർട്ട് സെൽസ്. അതായത് ഈ ന്യൂറോൺസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഷ്വാൻ സെൽസ്. ഓക്കെ, ഷ്വാൻ സെൽസ്. സെക്കൻഡ് വൺ ഗ്ലിയൽ സെൽസ്. തേർഡ് വൺ ആസ്ട്രോഗ്ലിയ ഓർ ആസ്ട്രോസൈറ്റ്സ്. Then fourth one oligodendroglia. Then fifth one microglia. ഓക്കെ, അതായത് ഇതെല്ലാം എന്താ പറയുക ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോശങ്ങളാണ്. ഒന്നുകൂടി പറയാം. ഷ്വാൻ സെൽസ്, ഗ്ലിയൽ സെൽസ്, then astroglia or astrocytes, then fourth one oligodendroglia, then fifth one microglia. ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാം. ഒന്നാമത്തത് ഷ്വാൻ സെൽസ്. ഫസ്റ്റ് വൺ ഷ്വാൻ സെൽസ്. സെക്കൻഡ് വൺ ഗ്ലിയൽ സെൽസ്. Then third one astroglia or astrocytes. Then fourth one oligodendroglia. Then fifth one microglia. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക, ടൈപ്സ് ഓഫ് ന്യൂറോൺ. ന്യൂറോൺസിന്റെ ടൈപ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, 3 ടൈപ്പാണ് ഉള്ളത്. ന്യൂറോൺസിന് പ്രധാനമായിട്ടും 3 ടൈപ്പാണ് ഉള്ളത്. ദാറ്റ് ഫസ്റ്റ് വൺ മോട്ടോർ ന്യൂറോൺ, സെക്കൻഡ് വൺ സെൻസറി ന്യൂറോൺ, തേർഡ് വൺ അസോസിയേറ്റീവ് ന്യൂറോൺ. മോട്ടോർ ന്യൂറോൺ, സെൻസറി ന്യൂറോൺ, ദെൻ അസോസിയേറ്റീവ് ന്യൂറോൺ. ഇനി പറയുന്നതൊക്കെ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ്.
ഓക്കെ, ഒന്നാമത്തത് മോട്ടോർ ന്യൂറോൺ എന്ന് സബ് ഹെഡിങ് എടുക്കുക. മോട്ടോർ ന്യൂറോൺ അതായത് ന്യൂറോണിന്റെ നാഡീകോശങ്ങളുടെ ടൈപ്സ് ആണ് ഇവിടെ പറയുന്നത്. 3 ടൈപ്സ് ആണുള്ളത്. മോട്ടോർ ന്യൂറോൺ, സെൻസറി ന്യൂറോൺ, ദെൻ അസോസിയേറ്റീവ് ന്യൂറോൺ. ഓക്കെ, അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് മോട്ടോർ ന്യൂറോൺ. ഓക്കെ, മോട്ടോർ ന്യൂറോൺ എന്താന്ന് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, motor neurons carry signals from central nervous system to the peripheral parts of the body. Okay, അതായത് മോട്ടോർ ന്യൂറോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവേഗങ്ങളെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന്, അതായത് CNS നിന്നും പെരിഫറൽ പാർട്ട് ഓഫ് ദ ബോഡിയിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആവേഗങ്ങളെ അല്ലെങ്കിൽ വിവരങ്ങളെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും പെരിഫറൽ പാർട്ട് ഓഫ് ദ ബോഡിയിലോട്ട് എത്തിക്കും. പെരിഫറൽ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോ, മസിൽസ്, സ്കിന്ന്, ഗ്ലാൻസ് ഒക്കെയാണ് പെരിഫറൽ പാർട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് മസിൽസ്, സ്കിന്ന് ആൻഡ് ഗ്ലാൻസ്, പേശികളും അതുപോലെ തന്നെ സ്കിന്ന്, ത്വക്ക്, അതുപോലെ തന്നെ ഗ്രന്ഥികളൊക്കെയാണ് പെരിഫറൽ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതായത് മോട്ടോർ ന്യൂറോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിഗ്നൽസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും സിഗ്നൽസിനെ പെരിഫറൽ പാർട്ട് ഓഫ് ദ ബോഡിയിലോട്ട് എത്തിക്കും. അതായത് മസിൽസിലോട്ടും സ്കിന്നിലോട്ടൊക്കെ എത്തിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദേ ഹാവ് വെരി ലോങ് ആക്സോൺസ്. അതായത് ഈ മോട്ടോർ ന്യൂറോൺസിന്റെ ആക്സോൺസ് വളരെ ലെങ്ത് കൂടിയതായിരിക്കും, അല്ലെങ്കിൽ നീളം വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം. മോട്ടോർ ന്യൂറോൺ ആണ് ഒന്നാമത്തെ ടൈപ്പ്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, മോട്ടോർ ന്യൂറോൺസ് ക്യാരി സിഗ്നൽസ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദി പെരിഫറൽ പാർട്സ് ഓഫ് ദി ബോഡി. അതായത് മോട്ടോർ ന്യൂറോൺസ് സിഗ്നൽസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും പെരിഫറൽ പാർട്ട് ഓഫ് ദ ബോഡിയിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പെരിഫറൽ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ, സ്കിന്ന്, ഗ്ലാൻഡ്, അതായത് CNS നിന്നും മസിൽസിലോട്ടും സ്കിന്നിലോട്ടും ഗ്ലാൻഡിലോട്ടൊക്കെ ഇൻഫർമേഷൻസിനെ അല്ലെങ്കിൽ ആവേഗങ്ങളെ കൊണ്ടുപോകും. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞെങ്കിൽ ദേ ഹാവ് വെരി ലോങ് ആക്സോൺസ്. ഇതിന് വളരെ വലിയ അല്ലെങ്കിൽ നീളം കൂടിയ ആക്സോൺസ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് സെൻസറി ന്യൂറോൺ. അതായത് ന്യൂറോണിന്റെ രണ്ടാമത്തെ ടൈപ്പ് സെൻസറി ന്യൂറോൺ. Okay, in that first point, sensory neurons carry signals from the peripheral parts of the body to the CNS. നേരെ ഓപ്പോസിറ്റ്, അതായത് മോട്ടോർ ന്യൂറോണിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ എന്താണ്, വിവരങ്ങളെ അല്ലെങ്കിൽ സിഗ്നൽസിനെ എന്ത് ചെയ്യുകയാണ്, പെരിഫറൽ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മോട്ടോർ ന്യൂറോണിന്റെ നേരെ ഓപ്പോസിറ്റ്, സെൻസറി ന്യൂറോൺസ് ക്യാരി സിഗ്നൽസ് ഫ്രം ദി പെരിഫറൽ പാർട്സ് ഓഫ് ദ ബോഡി ടു ദി CNS. അതായത് ഇവിടെ വിവരങ്ങളെ അല്ലെങ്കിൽ ഇൻഫർമേഷൻസിനെ എന്താണ്, പെരിഫറൽ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തിക്കുകയാണ്, നേരെ ഓപ്പോസിറ്റ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദേ ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ദി റിസപ്റ്റേഴ്സ് ഇൻ അവർ സെൻസ് ഓർഗൻസ് ടു ദി ബ്രെയിൻ. അതായത് സെൻസ് ഓർഗൻസിലുള്ള ഇമ്പൾസസിന് അവിടെയാണ് റിസപ്റ്റേഴ്സ് അടങ്ങിയിരിക്കുന്നത്. മീൻസ് ആവേഗങ്ങളെല്ലാം പാസ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് റിസപ്റ്റേഴ്സ്. ഓക്കെ, സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോസ്, ഇയർ, ഐ, ഓക്കെ, എക്സെട്ര, ഇതൊക്കെയാണ് സെൻസ് ഓർഗൻസ്. ഈ സെൻസ് ഓർഗൻസിലുള്ള റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന ഘടകങ്ങൾ. ഓക്കെ, ഈ സെൻസ് ഓർഗൻസിലുള്ള റിസപ്റ്റേഴ്സിൽ നിന്നും വിവരങ്ങൾ എന്ത് ചെയ്യുകയാണ്, ബ്രെയിനിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സഞ്ചാരത്തിനാണ് സഹായിക്കുന്നത്. സെൻസ് ഓർഗൻസിൽ നിന്നുള്ള ഇൻഫർമേഷൻസിനെ അല്ലെങ്കിൽ സിഗ്നൽസിനെ എന്ത് ചെയ്യുകയാണ്, ബ്രെയിനിലോട്ട് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. Okay, ഒന്നുകൂടി പറയാം. സെൻസറി ന്യൂറോൺ. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, sensory neurons carry signals from the peripheral parts of the body to the CNS. അതായത് സെൻസറി ന്യൂറോൺസ് വിവരങ്ങളെ അല്ലെങ്കിൽ ആവേഗങ്ങളെ എന്ത് ചെയ്യുകയാണ്, പെരിഫറൽ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ദേ ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ദി റിസപ്റ്റേഴ്സ് ഇൻ അവർ സെൻസ് ഓർഗൻസ് ടു ദി ബ്രെയിൻ. അതായത് നമ്മുടെ സെൻസ് ഓർഗൻസിലെ റിസപ്റ്റേഴ്സിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങളെ അല്ലെങ്കിൽ ഇമ്പൾസസിനെ ബ്രെയിനിലോട്ട് എത്തിക്കാൻ അല്ലെങ്കിൽ ബ്രെയിനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും സഹായിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ആരാണ്? രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, they transmit impulses from the receptors in our sense organs to the brain. അതായത് സെൻസ് ഓർഗൻസിലുള്ള വിവരങ്ങളെ മീൻസ് വിവരങ്ങളെ കൊണ്ടുപോകുന്ന ഘടകങ്ങളാണ് റിസപ്റ്റേഴ്സ്. ഓക്കെ, സെൻസ് ഓർഗൻസിൽ അടങ്ങിയിരിക്കുന്ന റിസപ്റ്റേഴ്സിൽ നിന്നും വിവരങ്ങൾ എന്ത് ചെയ്യാണ്, ബ്രെയിനിലോട്ട് എത്തിക്കും.
ഓക്കെ, സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ, ഇയർ, നോസ് ഈ ഭാഗങ്ങളിലുള്ള എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യുകയാണ്, ബ്രെയിനിലോട്ട് എത്തിക്കാനും സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ മൂന്നാമത്തെ ടൈപ്പ് അസോസിയേറ്റീവ് ന്യൂറോൺ. Okay, in that first point, associative neurons connect various neurons within the brain and spinal cord. Okay, associative neuron എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിലും സ്പൈനൽ കോഡിലൊക്കെയുള്ള, അതായത് തലച്ചോറിലും സുഷുമ്നാ നാഡിയിലൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ന്യൂറോൺസിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഒന്നുകൂടി പറയാം, അസോസിയേറ്റീവ് ന്യൂറോൺസ് കണക്ട് വേരിയസ് ന്യൂറോൺസ് വിത്തിൻ ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതായത് ബ്രെയിനിലും സ്പൈനൽ കോഡിലൊക്കെ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ന്യൂറോൺസിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ന്യൂറോൺസ് ആണ് അസോസിയേറ്റീവ് ന്യൂറോൺസ്. Then second point, only found in the brain, spinal cord and eye. അതായത് ഈ അസോസിയേറ്റീവ് ന്യൂറോൺ കാണപ്പെടുന്നത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും അതുപോലെ തന്നെ ഐയിലുമാണ്. തലച്ചോറിലും സുഷുമ്നാ നാഡിയിലും കണ്ണിലും മാത്രമായിരിക്കും ഈ ടൈപ്പ് ഓഫ് ന്യൂറോൺസ് അടങ്ങിയിട്ടുള്ളത്. Then next point, they have short axons. ഇതിന്റെ ആക്സോൺസ് വളരെ ചെറുതായിരിക്കും. ഒന്നുകൂടി പറയാം, associative neuron, in that first point, associative neurons connect various neurons within the brain and spinal cord. അതായത് ബ്രെയിനിലും സ്പൈനൽ കോഡിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ന്യൂറോൺസിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ന്യൂറോൺസ് ആണ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഓൺലി ഫൗണ്ട് ഇൻ ദി ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് ഐ. അതായത് ഈ ടൈപ്പ് ഓഫ് അസോസിയേറ്റീവ് ന്യൂറോൺ കാണപ്പെടുന്നത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും അതുപോലെ തന്നെ ഐയിലും മാത്രമായിരിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദേ ഹാവ് ഷോർട്ട് ആക്സോൺസ്. ഇതിന് ചെറിയ ആക്സോൺസ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത്രയും ഒന്നുകൂടി പറയാം. അസോസിയേറ്റീവ് ന്യൂറോൺ, ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, അസോസിയേറ്റീവ് ന്യൂറോൺസ് കണക്ട് വേരിയസ് ന്യൂറോൺസ് വിത്തിൻ ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അസോസിയേറ്റീവ് ന്യൂറോൺസ് ബ്രെയിനിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലുമുള്ള വ്യത്യസ്തമായിട്ടുള്ള ന്യൂറോൺസിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബന്ധിപ്പിക്കാനാണ് സഹായിക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഓൺലി ഫൗണ്ട് ഇൻ ദി ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് ഐ. അതായത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഐയിലും മാത്രമായിരിക്കും ഈ അസോസിയേറ്റീവ് ന്യൂറോൺസ് കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദേ ഹാവ് ഷോർട്ട് ആക്സോൺസ്. ഇതിന്റെ ആക്സോൺസ് വളരെ ചെറുതായിരിക്കും. ക്ലിയർ ആയോ? Is it clear? Okay. ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അനഘ, അനഘ, അനഘ. ഓക്കെ, സിനാപ്സ് പറ. ഓക്കെ, വെരി ഗുഡ്. അനില കെ വി, അനില കെ വി, റിസാന. ഓക്കെ, സപ്പോർട്ട് സെൽസ് ഏതൊക്കെയാണ്? ഗ്ലിയ. ഓക്കെ, ഗുഡ്. ആദിത്യ, what are the types of neuron? Associative neuron. Okay. Manya. Okay, what do you mean by motor neuron? Okay, good. Shabad. Shabad. Okay, sensory neuron para. Then
Okay, good. Srishma, associative neuron പറ. Okay, good. അത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? Is it clear? എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ഹെഡിങ് എടുക്കുക, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. മെയിൻ ഹെഡിങ് എടുക്കുക, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇൻ ബ്രാക്കറ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ANS. ഓക്കെ, എന്താന്ന് നോക്കാം. ഇൻ ദാറ്റ് the autonomic or involuntary part of the nervous system controls involuntary body functions although stimulation does not occur voluntarily. Okay, അതായത് ഓട്ടോണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവോളണ്ടറി പാർട്ട് ഓഫ് ദി നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, ഈ ANS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവോളണ്ടറി പാർട്ട് ഓഫ് ദി നെർവസ് സിസ്റ്റം ആണ്. നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഇൻവോളണ്ടറി പാർട്ട് ആണ്. ഇത് ഇൻവോളണ്ടറി ആയിട്ടുള്ള ബോഡി ഫങ്ഷൻസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇൻവോളണ്ടറി എന്താണ്, വോളണ്ടറി എന്താണെന്നൊക്കെ നമ്മൾ അനാറ്റമിക്കൽ ടേംസ് പഠിച്ചിട്ടുണ്ട്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്. ഓക്കെ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫങ്ഷൻസിനെയാണ് ഇത് നിർവഹിക്കുന്നത്. ഓക്കെ, then although stimulation does not occur voluntarily. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, സ്റ്റിമുലേഷൻസ് മീൻസ് റെസ്പോൺസ് വോളണ്ടറി ആയിട്ട് നടക്കുന്നില്ല. മീൻസ് നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഒന്നുകൂടി പറയാം. The autonomic or involuntary part of the nervous system controls involuntary body functions although stimulation does not occur voluntarily. അതായത് autonomic or involuntary part of the nervous system ആണിത്. ഓക്കെ, then ഇത് controls involuntary body functions. ഇത് ഇൻവോളണ്ടറി ആയിട്ടുള്ള ബോഡി ഫങ്ഷൻസിനെയാണ് നിയന്ത്രിക്കുന്നത്. മീൻസ് നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡി ഫങ്ഷൻസിനെയാണ് നിയന്ത്രിക്കുന്നത്. അതായത് എക്സാമ്പിൾ എന്താ പറയുക, പൾസ്, ഹാർട്ട് ബീറ്റ്, ഓക്കെ, ഇതുപോലുള്ള ഫങ്ഷൻസിനെയൊക്കെയാണ് നിർവഹിക്കുന്നത്. ഇവിടെ ഒരിക്കലും എന്താണ്, വോളണ്ടറി ആയിട്ടുള്ള സ്റ്റിമുലേഷൻ നടക്കുന്നില്ല. മീൻസ് നമുക്ക് സ്വയം നിയന്ത്രിക്കപ്പെടുന്ന രീതിയിലുള്ള റെസ്പോൺസ് നടക്കുന്നില്ല. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, the autonomic or involuntary part of the nervous system controls involuntary body functions although stimulation does not occur voluntarily. അതായത് ഇവിടെ ഈ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഓട്ടോണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവോളണ്ടറി പാർട്ട് ഓഫ് ദി, ഓക്കെ, ഇൻവോളണ്ടറി പാർട്ട് ആണ് അതിന് ഇതിന്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള ബോഡി ഫങ്ഷൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇൻവോളണ്ടറി ആയിട്ടുള്ള ബോഡി ഫങ്ഷൻസിനെയാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, അതായത് ഹാർട്ട് ബീറ്റ്, പൾസ്, ഇതൊന്നും നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇതുപോലെയുള്ള ബോഡി ഫങ്ഷൻസിനെയാണ് ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം നിയന്ത്രിക്കുന്നത്, മീൻസ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ഒരിക്കലും എന്താണ്, വോളണ്ടറി ആയിട്ടുള്ള റെസ്പോൺസ് നടക്കുന്നില്ല. മീൻസ് നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് നടക്കുന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തൊരു പോയിന്റ് ആയിട്ട് എത്തിക്കോ. The ANS is separated into two divisions. അതായത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ സിമ്പത്തറ്റിക്, ഒന്നാമത്തത് സിമ്പത്തറ്റിക്, രണ്ടാമത്തത് പാരാസിമ്പത്തറ്റിക്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. ഓക്കെ, ഒന്നുകൂടി പറയാം. The ANS is separated into two divisions. In that first one sympathetic, second one parasympathetic. Clear? Okay, next subheading കൊടുക്കുക, sympathetic nervous system. അതായത് അതിൽ ഒന്നാമത്തെ ഡിവിഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് ഹെഡിങ് എടുക്കുക. Okay, in that first point, sympathetic nervous system, otherwise called as thoracolumbar system. അതായത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് thoracolumbar system. എന്നിട്ട് പറയാം, sympathetic nervous system otherwise called as thoracolumbar system. Then second point, sympathetic stimulation prepares the body to deal with exciting and stressful situations. അതായത്
സിമ്പത്തറ്റിക് ആയിട്ടുള്ള സ്റ്റിമുലേഷൻ, അതായത് സിമ്പത്തറ്റിക് ആയിട്ടുള്ള റെസ്പോൺസസ് ബോഡീനെ എന്താ പറയുക സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാഹചര്യങ്ങളെയൊക്കെ ഡീൽ ചെയ്യാനാണ് സഹായിക്കുന്നത്. മീൻസ് അതിനെല്ലാം കൈകാര്യം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ എല്ലാം കൈകാര്യം ചെയ്യാൻ ബോഡീനെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് പറയാം സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ prepares the body to deal with exciting and stressful situations. അതായത് സിമ്പത്തറ്റിക് ആയിട്ടുള്ള സ്റ്റിമുലേഷൻ ബോഡീനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ strengthening its defense in danger. Full stop. Then sympathetic stimulation mobilizes the body for fight. അതായത് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഡേഞ്ചർ മീൻസ് എന്തെങ്കിലും എന്താ പറയുക ഡേഞ്ചർ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ബോഡി അതിനെ എതിർക്കുന്ന അതിനെ ഡിഫെൻസ് ചെയ്യുന്ന അതിനെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു സുരക്ഷ അതായത് ശക്തി കൂട്ടുകയാണ് അല്ലെങ്കിൽ എതിർക്കാനുള്ള ശക്തി കൂട്ടുകയാണ് ചെയ്യുന്നത്. Then sympathetic stimulation mobilizes the body for fight. അതായത് സിമ്പത്തറ്റിക് ആയിട്ടുള്ള റെസ്പോൺസസ് എന്ത് ചെയ്യും ബോഡീനെ ഈ എന്താ പറയുക ആ ഒരു എതിർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനാണ് സഹായിക്കുന്നത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ പ്രിപ്പയർസ് ദ ബോഡി ടു ഡീൽ വിത്ത് എക്സൈറ്റിംഗ് ആൻഡ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്. അതായത് സിമ്പത്തറ്റിക് ആയിട്ടുള്ള റെസ്പോൺസസ് ബോഡീനെ എന്താ പറയുക എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷൻസ് വരുമ്പോൾ എന്താണ് അതിനെ എതിർക്കാനുള്ള ബോഡിയുടെ ശക്തിനെ കൂട്ടുകയാണ്. ഓക്കെ, അതിന്റെ ഡിഫൻസിനെ കൂട്ടുകയാണ് ചെയ്യുന്നത് മീൻസ് സുരക്ഷ കൂട്ടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ മൊബിലൈസ് ദ ബോഡി ഫോർ ഫൈറ്റ്. ഈ സിമ്പത്തറ്റിക് ആയിട്ടുള്ള റെസ്പോൺസസ് ബോഡീനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ എതിർക്കാനുള്ള ഒരു ശക്തി പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, neurons convey impulses from the origin in the hypothalamus, reticular formation and medulla oblongata to effector organs and tissues. അതായത് ഈ ന്യൂറോൺസ് കൺവേ ചെയ്യുന്ന ഇമ്പൾസസ് എല്ലാം അതായത് ഈ എന്താ പറയാ നാഡീകോശങ്ങൾ കൊണ്ടുപോകുന്ന ഇമ്പൾസസിന്റെ എല്ലാം വിവരങ്ങളുടെ എല്ലാം കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ എല്ലാം ഉത്ഭവ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പൾസസിന്റെ എല്ലാം ഉത്ഭവ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ ഭാഗമാണ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ബ്രെയിനിൽ. ഓക്കെ, ദെൻ ഒരു റെറ്റിക്കുലർ ഫോർമേഷൻ രൂപം കൊള്ളും. ഓക്കെ, അതിനുശേഷം അത് മെഡുല്ല ഒബ്ലോങ്കേറ്റയിലോട്ട് ചെല്ലും. അതിനുശേഷം ഇഫക്റ്റഡ് ഓർഗൻസിലോട്ടും ടിഷ്യൂസിലോട്ടൊക്കെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എന്നിട്ട് പറയാം ന്യൂറോൺസ് കൺവേ ഇമ്പൾസസ് ഫ്രം ദയർ ഒറിജിൻ ഇൻ ദി ഹൈപ്പോതലാമസ്. മീൻസ് ന്യൂറോൺസ് ആണ് എന്താ പറയാ ആവേഗങ്ങളെ കൊണ്ടുപോകാൻ സഹായിക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. ഈ ആവേഗങ്ങളുടെ ഈ ഇമ്പൾസസിന്റെ എല്ലാം ഒറിജിൻ അതിന്റെ എല്ലാം ഉത്ഭവ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, ഹൈപ്പോതലാമസ് ആണ് ഇതിന്റെ എല്ലാം കേന്ദ്രം. ദെൻ ഒരു റെറ്റിക്കുലർ ആയിട്ടുള്ള ഫോർമേഷൻ ഉണ്ടാകും, രൂപം കൊള്ളും. അതിനുശേഷം മെഡുല്ല ഒബ്ലോങ്കേറ്റയിലോട്ട് പോകും. ദെൻ ഇഫക്റ്റഡ് ഓർഗൻസിലോട്ടും അതുപോലെ തന്നെ ടിഷ്യൂസിലോട്ടൊക്കെ ഈ ഇമ്പൾസസ് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് ആണ് ഉത്ഭവ കേന്ദ്രം. ദെൻ റെറ്റിക്കുലർ ഫോർമേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റയിലോട്ട് എത്തും. അവിടെ നിന്നും ഇഫക്റ്റഡ് ഓർഗൻസിലോട്ടും ടിഷ്യൂസിലോട്ടൊക്കെ പാസ് ചെയ്യും. ക്ലിയർ ആയോ അത്രയും? ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് ന്യൂറോൺസ് കൺവേ ഇമ്പൾസസ് ഫ്രം ദയർ ഒറിജിൻ ഇൻ ദി ഹൈപ്പോതലാമസ്, റെറ്റിക്കുലർ ഫോർമേഷൻ and medulla oblongata to effector organs and tissues. അതായത് ന്യൂറോൺസ് ആണ് എന്താ പറയുക ഇൻഫർമേഷൻസിനെ അല്ലെങ്കിൽ ആവേഗങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ ആവേഗങ്ങളുടെ എല്ലാം കേന്ദ്രം ഉത്ഭവ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, ദെൻ റെറ്റിക്കുലർ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ രൂപം കൊള്ളും. ദെൻ അത് മെഡുല്ല ഒബ്ലോങ്കേറ്റയിൽ നിന്നും ഇഫക്റ്റർ ഓർഗൻസിലോട്ടും ടിഷ്യൂസിലോട്ടൊക്കെ പാസ് ചെയ്യും. മെഡുല്ല ഒബ്ലോങ്കേറ്റ to effector organs and tissues. Full stop. Then the first neuron has its cell body in the brain and its fiber extends into the spinal cord. അതായത് ആദ്യത്തെ ന്യൂറോണിന്റെ ആദ്യത്തെ നാഡീകോശത്തിന്റെ സെൽ ബോഡി എന്ന് പറഞ്ഞ ഭാഗം ബ്രെയിനിലായിരിക്കും ഉണ്ടാവുക.
ഓക്കെ, ഇതിന്റെ ഫൈബർ, ഈ നാഡീകോശത്തിന്റെ നാര് എക്സ്റ്റെൻഡ് ചെയ്ത് നീണ്ടുപോകുന്നത് സുഷുമ്നാ നാഡിയിലോട്ടും ആയിരിക്കും, സ്പൈനൽ കോഡിലോട്ടും ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം. ദ ഫസ്റ്റ് ന്യൂറോൺ ഹാസ് ഇറ്റ്സ് സെൽ ബോഡി ഇൻ ദി ബ്രെയിൻ. അതായത് ഫസ്റ്റത്തെ ന്യൂറോണിന്റെ സെൽ ബോഡി എന്ന് പറഞ്ഞ ഭാഗം ബ്രെയിനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിന്റെ ഫൈബർ മീൻസ് അതിന്റെ നാര് അത് നീണ്ടുപോകുന്നത് സുഷുമ്നാ നാഡിയിലോട്ടും ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയോ? Is it clear? Please give response. Okay, ഒന്നുകൂടി പറയാം. Sympathetic nervous system. Okay, in that first point, sympathetic nervous system, otherwise called as thoracolumbar system. അതായത് sympathetic nervous system വിളിക്കുന്ന മറ്റൊരു പേരാണ് thoracolumbar system. Then second point, sympathetic stimulation prepares the body to deal with exciting and stressful situations. അതായത് sympathetic ആയിട്ടുള്ള ഈ stimulation ബോഡീനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അതിനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് സ്ട്രെങ്തനിങ് ഇറ്റ്സ് ഡിഫൻസ് ഇൻ ഡേഞ്ചർ. എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷൻ വരുമ്പോൾ ബോഡിയുടെ സുരക്ഷയുടെ ശക്തി കൂട്ടും, അല്ലെങ്കിൽ അതിനെ എതിർക്കാനുള്ള ശക്തി കൂട്ടുകയാണ് ചെയ്യുന്നത്. സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ മൊബിലൈസ് ദ ബോഡി ഫോർ ഫൈറ്റ്. അതായത് സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഈ സ്റ്റിമുലേഷൻ ബോഡീനെ ഒരുമിച്ച് കൂട്ടും, ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് എതിർക്കാൻ വേണ്ടിയിട്ട്. Then next point പറഞ്ഞിരിക്കുന്നത് ന്യൂറോൺസ് കൺവേ ഇമ്പൾസസ് ഫ്രം their origin in the hypothalamus, reticular formation and medulla oblongata to effector organs and tissues. അതായത് ന്യൂറോൺസ് ആണ് ഈ ഇമ്പൾസസിനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അതിന്റെ ഒറിജിൻ, അതിന്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് ആണ്. ദെൻ റെറ്റിക്കുലർ ഫോർമേഷൻ ഉണ്ടാകും, ഒരു റെറ്റിക്കുലർ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ രൂപം കൊള്ളും. ഓക്കെ, ദെൻ മെഡുല ഒബ്ലോങ്കേറ്റയിൽ നിന്നും ഇഫക്റ്റർ ഓർഗൻസിലോട്ടും ടിഷ്യൂസിലോട്ടൊക്കെ ഈ ആവേഗങ്ങൾ പാസ് ചെയ്യും. ദെൻ ദ ഫസ്റ്റ് ന്യൂറോൺ ഹാസ് ഇറ്റ് സെൽ ബോഡി ഇൻ ദ ബ്രെയിൻ. ആദ്യത്തെ ന്യൂറോണിന്റെ സെൽ ബോഡി എന്ന് പറഞ്ഞ ഭാഗം, ന്യൂറോൺ നമ്മൾ ഓൾറെഡി പഠിച്ചു സെൽ ബോഡി എന്ന് പറഞ്ഞ ഭാഗം. ഓക്കെ, ന്യൂറോണിന്റെ സെൽ ബോഡി എന്ന് പറഞ്ഞ ഭാഗം ബ്രെയിനിലായിരിക്കും അടങ്ങിയിരിക്കുക. അതിന്റെ നാര്, ഓക്കെ, അതിന്റെ ഫൈബർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, നീണ്ടുപോകുന്നത് സുഷുമ്നാ നാഡിയിലോട്ടും ആയിരിക്കും, സ്പൈനൽ കോഡിലോട്ടും ആയിരിക്കും. ക്ലിയർ ആയോ? Is it clear? Okay, എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗീതു, ഓക്കെ, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം പറ. ഓക്കെ, ഗുഡ്. സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. ടൈം ആയിട്ടുണ്ട്, ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.